ശക്തന്മാർ വീണുപോയ പോർക്കളത്തിലാണ് അവരുമായിരിക്കുന്നത്. ഈ സമയത്ത് ദൈവസഭ മൊത്തമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ മുട്ടുമേൽ നിൽക്കുവാൻ കർത്താവിന്റെ നാമത്തിൽ ഞാൻ ആവശ്യപ്പെടുന്നു. ഞാൻ ചോദിക്കുന്ന ചില കാര്യങ്ങൾക്ക് കുഞ്ഞിനെ കൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത മതി. പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ മതി. ഫിലിപ്പിനോട് കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുവാനുള്ള ചില കാര്യങ്ങളുണ്ട്. അതിന് വ്യക്തമായും പരസ്യമായും മറുപടി പറയണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശുദ്ധ സഭയുടെ മുൻപാകെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന പ്രിയ ഫിലിപ്പ് യേശുദാസിനോട് ഞാൻ ചോദിക്കുന്നു, വിശുദ്ധ സത്യവചനം ശുശ്രൂഷയുടെ അടിസ്ഥാന പ്രമാണമായി പൂർണ്ണമായി വിശ്വസിക്കുന്നുവോ? വിശുദ്ധ വേദപുസ്തകം പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഉപദേശ വിശുദ്ധിയും ജീവിത വിശുദ്ധിയും ശുശ്രൂഷയും ജീവിതവും അതുപോലെ അനുസരിച്ച് ജീവിക്കുവാൻ പൂർണ്ണമായി തീരുമാനമുണ്ടോ? തീരുമാനമുണ്ട്. നല്ല ഭടനായി കഷ്ടം സഹിപ്പാൻ, കർത്താവിന് വേണ്ടി മരിക്കേണ്ടി വന്നാൽ മരിക്കുവാനും പൂർണ്ണമായ തീരുമാനം ദൈവസന്നിധിയിലുണ്ടോ? ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടും പരമാർത്ഥതയോടും ചെയ്യാമെന്നും ദൈവത്തിൽ തീരുമാനമെടുക്കുന്നുണ്ടോ? കഠിനമായ ശോധനയിൽ കർത്താവിൽ മാത്രം ആശ്രയിക്കുകയും അതിലാശ്രയിച്ച് സാക്ഷ്യം നിലനിർത്തുകയും ചെയ്യുമെന്ന് കർത്താവിന്റെ തീരുമാനമെടുക്കുന്നുണ്ടോ? സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുവാനുള്ള താല്പര്യം ഹൃദയത്തിനുണ്ടോ? എല്ലാവരോടും നല്ല സാക്ഷ്യം പ്രാപിക്കും ദൈവസന്നിധിയിൽ ദൈവവചന പ്രകാരം ജീവിതത്തെ ക്രമീകരിച്ച് ദൈവവചനം അടിസ്ഥാനത്തിൽ ദശാംശവും ദൈവവേലയ്ക്ക് വേണ്ട എല്ലാ ഉത്തേജനങ്ങളും ചെയ്യുമെന്ന് പൂർണ്ണ തീരുമാനമുണ്ടോ? അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സഹോദരൻ ഫിലിപ്പിന് വേണ്ടി നമ്മൾ ദൈവദാസന്മാരൊന്നിച്ച് അദ്ദേഹത്തിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അദ്ദേഹത്തെ കർത്താവിന് വേണ്ടി വേർതിരിക്കുവാൻ ദൈവദാസന്മാരെ ഞാൻ മുന്നോട്ട് വിളിക്കുന്നു. I am asking all the pastors come together to pray for brother Philip right now, please. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാണ്. എല്ലാവരും ഈ ഫിലിപ്പിനെയും കുടുംബത്തെയും ഹല്ലേലൂയ ഒന്നിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് അല്പസമയം സ്തോത്രം ചെയ്ത് ആത്മാവിൻ ദൈവത്തെ സ്തുതിച്ചാട്ട്, ആത്മാവിൻ ദൈവത്തെ സ്തുതിച്ചാട്ട് ഒരു ആത്മാവിന്റെ ശുശ്രൂഷയാണ്. ദൈവകൃപ വ്യാപരിച്ച് ദൈവമഹത്വം വെളിപ്പെടുവാൻ തന്റെ ഭക്തരെ തനിക്കായി വേർതിരിച്ചിരുന്ന ഈ സമയത്ത് ദൈവമഹത്വം വെളിപ്പെട്ട് കൃപാവരങ്ങളാൽ നിറയപ്പെട്ടവരായി താൻ പ്രാർത്ഥിക്കുന്ന രോഗികൾക്ക് ദൈവം സൗഖ്യം കൊടുക്കട്ടെ. ഈ ഭൂമിയിൽ നിങ്ങൾ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഈ ഭൂമിയിൽ അടിക്കുന്നത് സ്വർഗത്തിലും അടിത്തിരിക്കും. ദൈവഭക്തന്റെ വാക്കുകളിൽ അത് നടക്കുവാൻ ഇടയാകേണ്ടതിന് വേണ്ടി നമ്മൾ ഒന്നിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവദാസൻ കർത്താവിന്റെ വേലയിൽ ശുഷ്കാന്തി പൂണ്ട് നിൽക്കുമ്പോൾ തന്റെ കുടുംബം തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, തനിക്ക് വേണ്ടി മുട്ടുവേൽ നിൽക്കുവാൻ, തനിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ, കൂട്ടുവേലക്കാരിയായി നിൽക്കുവാൻ, ശക്തീകരിക്കേണ്ടതിനായി പ്രിയ ശിബിയേരി കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കാം. ഓ ദൈവകൃപയ്ക്കായി ആത്മാവിൽ പ്രാർത്ഥിക്കാം. എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിക്കാം. Oh glory, thank you Jesus. Hallelujah, Lord. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Glory. എല്ലാവരും ഈ കർത്താവിന്റെ ദാസന്റെ പേരിൽ കൈവച്ചാണ്. എല്ലാവരും കൈവച്ചാണ്. ദൈവദാസന്മാർ എല്ലാവരും കൈവച്ചാണ്. Praise the Lord. Yes.
ഭക്തരെയിട്ട് ഒരു നാമത്തിന് മൗത്തത്തിനായി അധ്വാനിപ്പാൻ അതേ ജീവൻ കരളിയെ പോകേണ്ടി വന്നാലും കർത്താവിന് വേണ്ടി അവസാന വർഷം വരെ നിൽക്കേണ്ടതിന് ദൈവം തരുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ മോശ യോശുവയുടെ മേൽ കൈവച്ചപ്പോൾ ദൈവകൃപയും പാഠേഷണം ഉണ്ടായതുപോലെ hallelujah, all the meekness like Moses, hallelujah. Give me the meekness to serve you, Lord.